ഇന്ന് നമ്മൾ ഫോട്ടോഗ്രാഫിയിൽ ചർച്ച ചെയ്യുന്നത് ആർട്ട് ഓഫ് കോമ്പോസിഷനാണ്. ബാലൻസ് ദി ആർട്ട് ഓഫ് കോമ്പോസിഷൻ. കോമ്പോസിഷൻ ചെയ്യാനുള്ള ആർട്ട്, അത് ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. പല ടൈപ്പിലുള്ള കോമ്പോസിഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ ദി ടെക്സ്റ്റ് about on the subject of composition and balance. Most introductory design course containing at least one mandatory unit called fundamentals of art and designs. ഡിസൈനിൻ്റെ ആർട്ടിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ, ഫണ്ടമെൻ്റൽസ് ഓഫ് ആർട്ട് ആൻഡ് ഡിസൈൻസ് നമ്മൾ ക്രിയേറ്റിവിറ്റി പഠിച്ചിട്ടാണ് നമ്മൾ കോമ്പോസിഷനിലേക്ക് വന്നത്. ഇനി കമ്പോസ് ചെയ്യുന്നത് നിങ്ങളുടെ ബുദ്ധിയാണ്. പല രീതിയിലുള്ള കമ്പോസിഷൻ മെത്തേഡ്സുകൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു തന്നു. ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതാണ്. ഇൻ ദിസ് ക്ലാസ് സ്റ്റഡി, പക്ഷേ നിങ്ങൾക്ക് പ്രാക്ടിക്കലിനേക്കാൾ കൂടുതൽ സമയം തിയറിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തിയറി പ്രധാനമായിട്ട് എഴുതിച്ചിട്ട് അതിന് സെപ്പറേറ്റ് മാർക്കും പ്രാക്ടിക്കലിന് പ്രത്യേക മാർക്കുമാണ്. പ്രാക്ടിക്കൽ വെറും വെറും 30 മണിക്കൂർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മറ്റേ 45 മണിക്കൂർ. അതാണ് ഞാനിത് കൂടുതൽ പറഞ്ഞു തരുന്നത്, പിന്നെയും പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി. എന്താണ് ഫോട്ടോഗ്രാഫിയുടെ ഹിസ്റ്ററി എന്ന് ഞാൻ പറഞ്ഞു തന്നു. എന്താണ് നിങ്ങളുടെ കമ്പോസ് ചെയ്യേണ്ട മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നു. എന്തൊക്കെ എല്ലാം യോജിപ്പിച്ചിലാണ് ഒരു നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു തന്നു. ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഒരു ആർട്ട് സെൻസാണ് നിങ്ങളെ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആക്കുന്നത്. നിങ്ങളുടെ സെൻസ് അങ്ങനെ രീതിയിൽ നിങ്ങൾ നിരന്തരം ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതാണെന്നും ഒത്തിരി കണ്ടും കേട്ടും മനസ്സിലാക്കേണ്ടതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. In these classes, students are presented with all sorts of rules and guidance of following if they want to make masterpieces. I am not able to go into the depth about all these ideas, but what I will do in case use some basic ideas that will get your started. നമുക്ക് കുറച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരു നല്ല ഫോട്ടോഗ്രാഫറിൻ്റെ കമ്പോസിങ് രീതികളിലേക്ക്, ആർട്ട് സെൻസിലേക്ക് നമുക്ക് വിഷ്വൽ വെയിറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്ന എൻ്റെ വിഷ്വലിൽ വെയിറ്റേജ് കൊടുക്കുന്നത് സെൻറ്റർ വെയിറ്റേജാണ്. സൈഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം ഈ റൂമിലാണ്. പക്ഷേ സെൻറ്റർ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ സെൻറ്ററിന് വെയിറ്റേജ് ചെയ്തിട്ട് ആ ഒരു കോമ്പോസിഷൻ്റെ ഡെപ്ത്ത് പിടിച്ചു നിർത്തുകയാണ് അവിടെ ചെയ്യുന്നത്, അതിൻ്റെ ഘനം. കോമ്പോസിഷൻ ഓൾ അബൌട്ട് ദി മേക്കിംഗ് ദി എലമെൻറ്റ്സ് വിത്ത് യുവർ ഫ്രെയിം, സീയിങ് ദി ബാലൻസ് ആൻഡ് അറ്റ് ഈസി വിത്ത് ദംസെൽഫ്. To achieve this, look at the visual weightage of each element in the color, texture or brightness. All determine how much attending the grabble effect or weight on an object has. A red flower, a deep green lawn, for instance, will attract a lot of attention. It has visual weightage due to the contrast of color. കോൺട്രാസ്റ്റ് ഓഫ് കളേഴ്സ് വെയിറ്റേജ് പ്രതിനിധീകരിക്കാൻ കളറുണ്ട് വെയിറ്റ്. ഇപ്പം നമ്മളൊരു പ്രോഗ്രാം എടുക്കാൻ, നിങ്ങൾ ഒരു പത്ര ഓഫീസിൽ ജോലിയാണ്, നിങ്ങളോട് പ്രോഗ്രാം എടുക്കാൻ നിങ്ങൾ വിടുകയാണെന്ന് വെച്ചാൽ ഒരു ന്യൂസ് കവർ ചെയ്യാൻ. അപ്പോൾ അതിൽ പ്രധാന അതിഥി എന്ന് പറയുന്നത് നമ്മുടെ കേരള ഗവർണറാണെന്ന് വിചാരിക്കുക. അതിൻ്റെ കൂടെ മുഖ്യമന്ത്രി ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ മന്ത്രിമാരുണ്ടാവും. പക്ഷേ ആ പ്രോഗ്രാമിൻ്റെ വെയിറ്റേജ്, ആ പ്രോഗ്രാമിൻ്റെ പിക്ചറിൻ്റെ വെയിറ്റേജ് നിൽക്കുന്നത് സെൻട്രലൈസ് ചെയ്ത് അവർക്ക് സീറ്റ് കൊടുക്കുന്ന ആർക്കായിരിക്കും? ഗവർണർക്കായിരിക്കും. അതായത് ഭരണഘടനാപരമായി പ്രധാനമന്ത്രി പ്രസിഡൻറ്റും ഒക്കെ ആണെങ്കിൽ അവരായിരിക്കും ഏറ്റവും സെൻട്രലിലിരിക്കും. ആ സെൻട്രൽ വെയിറ്റേജ് ആയിട്ട് രണ്ട് സൈഡിലേക്കാണ്. തൊട്ടടുത്ത് മുഖ്യമന്ത്രി ഉണ്ടാവും, തൊട്ടടുത്ത് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ കാര്യം അതിനൊരു പ്രോട്ടോകോൾ തിയറിയാണ്. അതുപോലെ തന്നെയാണ് നമ്മളൊരു ഈ പറയുന്ന വെയിറ്റേജ് ഓരോ ചിത്രങ്ങൾ കൊടുക്കും. വെയിറ്റേജ് നിശ്ചയിക്കുന്നത് നിങ്ങളാണ്. വെയിറ്റേജ് നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും വെയിറ്റേജ് നിശ്ചയിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു എസ്തറ്റിക് സെൻസിന് വെയിറ്റേജ് നിശ്ചയിക്കാം നിങ്ങൾക്കത്. പക്ഷേ ആ മെയിൻ സബ്ജക്റ്റിൻ്റെ വെയിറ്റ് ആയിരിക്കും അതിൻ്റെ വെയിറ്റേജ് നിൽക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു കൂട്ടിൽ കിടക്കുന്ന തത്തയെ നിങ്ങൾ ചിത്രീകരിക്കാൻ പറയുമ്പോൾ കൂടും തത്തയും വരും. പക്ഷേ തത്തയുടെ മനോഹരമായ കണ്ണിൽ, അതിൻ്റെ ചുണ്ടിലുമൊക്കെയാണ് നിങ്ങൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ സെൻട്രലൈസേഷനോ അതിൻ്റേതായ ബാലൻസോ അതിൻ്റേതായ എസ്തറ്റിക്കൽ വിഷനോ നിങ്ങൾ കണ്ടിട്ടാണ് നിങ്ങളത് കമ്പോസ് ചെയ്യുന്നത്. ആ ഒരു സെൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് വിഷ്വൽ വെയിറ്റേജ്. ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? A product balance compositions is photography has to adjust the position of object with the frame according to their visual weight. If you place a bright white elements on the edge of the frame, our eye will be attracted to it.
ഇഫ് യു പ്ലേസ് എ ബ്രൈറ്റ് വൈറ്റ് എലമെൻറ്റ്, ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ബ്രൈറ്റ് വൈറ്റ് എലമെൻറ്റ്സ് ഒരു വെയിറ്റ് ഒരു സ്ക്രീൻ ഒരു സൈഡിലേക്ക് മാറിപ്പോയാൽ വെയിറ്റ് ചിലപ്പോൾ അങ്ങോട്ട് പോകും. ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരു റെഡ് ഇട്ട് ഇങ്ങനെ അങ്ങോട്ടേക്കായിരിക്കും ക്യാമറ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ പ്രകാശം വരുന്നിടത്തേക്കായിരിക്കും ക്യാമറ ഇപ്പോൾ ക്യാമറയിലൂടെ കാണുന്ന കാഴ്ചയ്ക്ക് എപ്പോഴും നമ്മൾ പ്രകാശത്തെ കൂടെ മുന്നിൽ കണ്ട് നിറങ്ങളെ കൂടെ മുൻകണ്ട് വേണം കമ്പോസ് ചെയ്യാൻ. അല്ലാതെയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് റിഫ്ലക്റ്റഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് മറ്റുള്ള കാര്യങ്ങളിൽ അതിനെ പിക്ക് ചെയ്തെടുക്കേണ്ടി വരും. അത് നിങ്ങളുടെ ഒരു സെൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ടൈപ്പ് ഓഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇത് സിംപിളി ബാലൻസ് സിമെട്രിക്കൽ വിത്ത് ദി റിയൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ദി എലമെൻറ്റ്സ് വിത്ത് മോസ്റ്റ് വിഷ്വൽ വെയ്റ്റ് ഈസ് ഇൻ ദി മിഡിൽ ഓഫ് ദി ഫ്രെയിം. Attempt to the balance on the other hand seems that the interesting point are of certain. A good guide when position subject of center is the rule of third. The frame is divided the vertical and the horizontal. The third is balances pictures elements are placed to this time of their junction points. നമ്മളിപ്പോൾ റൂൾ ഓഫ് തേർഡ് ഇങ്ങനെ രണ്ടുപേരെ ഇങ്ങനെ അങ്ങനെ ആകെ 9 ചതുരങ്ങളിലുള്ള ആയിട്ടാണ് ആ റൂൾ ഓഫ്. അതിൻ്റെ പോയിൻ്റ് എങ്ങനെയാണോ ചെയ്ത് നിങ്ങൾ അത് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ആ ബാലൻസുകൾ ചെയ്യുക. അത് നിങ്ങൾ ഫോണിൽ തന്നെ ഓൺ ചെയ്ത് നിങ്ങൾ ഓരോ ചിത്രങ്ങളെ റൈറ്റ് ബാലൻസും ലെഫ്റ്റ് ബാലൻസും കളർ ബാലൻസും അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റേജ് സെൻറ്റർ ബാലൻസും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം. ഇനി ചില കാര്യങ്ങളിൽ നമ്മൾ വരുന്ന ഡെപ്ത് ഓഫ് ഫീൽഡ് കണക്കാക്കിയിട്ടും നിങ്ങൾക്ക് ആ ബാലൻസ് ചെയ്ത് പഠിക്കാം. അതിൽ പ്രധാനമായിട്ടും ദി റൂളർ മീൻസ് ദി ബ്രോക്കൺ. ഡീറ്റെയിൽ അബൌട്ട് ദി ജസ്റ്റ് ഗൈഡൻസ് comfort them will increasing you the chance of achieving visual balance, but would guidance to our great image don't avoid others to any other rules. The best advice I can guide it look at how other image making handle balance in their work and then practice. ഇതിനാണ് എനിക്ക് പറയാവുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്. ഞാൻ തന്ന പുസ്തകങ്ങളുടെ ഡീറ്റെയിലൊക്കെ വെച്ച് നിങ്ങൾ എപ്പോഴും കയറി നോക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴായിരിക്കും നിങ്ങൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആർത്തി അത് പ്രാക്ടീസ് ചെയ്യാൻ തന്നെയാണെന്ന് എനിക്കറിയാം, പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫി. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ല, അതിങ്ങോട്ട് വരെ അത് ചെയ്തു തുടങ്ങാൻ പറ്റും. വെറും 30 മണിക്കൂറേ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സമയം യൂണിവേഴ്സിറ്റി പറയുന്നുള്ളൂ. ആ 30 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാമെന്ന് അവർക്കറിയാം. പക്ഷേ തിയറിയുടെ പരീക്ഷ എഴുതുമ്പോൾ ഈ തിയറികൾ എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ ബാലൻസ് ഉണ്ടാക്കുന്നത്, ആ ബാലൻസ് എന്തിനാണ് തെറ്റിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഈ റൂളർ മീൻസ് ടു ബി ബ്രോക്കൺ. ഈ റൂളുകൾ നമ്മൾ ബ്രോക്കൺ ചെയ്തും നമുക്ക് നല്ല നല്ല ചിത്രങ്ങൾ ഉണ്ടാക്കാം. ബ്രോക്കൺ റൂൾസുകൾ അത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിലാണ് നിങ്ങളത് കാണിച്ചു തരുന്നത്. ബ്രോക്കൺ മെയിൻലി ഇത് പ്രാക്ടീസ് ബീൻ ഷൂട്ടിംഗ് ഫോർ എ വൈൽ the basic because second nature and you will be able to refine your skill and orchestration of complex compositions with more easy than you there possible. Lest children take eyes to learn to read, it will take time for your because വിഷ്വലി നമ്മൾ ആ ഭാഷ വിഷ്വൽ ലാംഗ്വേജ് എന്താണെന്നുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പുതിയ രീതികളുണ്ടാക്കാം, പുതിയ മെത്തേഡ്സുകൾ ഡെവലപ്പ് ചെയ്യാം, പുതിയ രീതിയിൽ പടങ്ങളെടുക്കാം. ഇതെല്ലാം നിങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ്. ആംഗിൾ ഓഫ് വ്യൂ ടു ദി പെർസ്പെക്റ്റീവ് ഗെറ്റിംഗ് റൈറ്റ് ഡൗൺ. Too often the photographer gets the habit of always shooting their image from the same height. In the most cases, this is eye level or the height of your trip. By always shooting for one level, you will be missing out on a lot of great images. Shooting high, shooting low, but just keep the shooting. I can still remember as new photographers going to see how
a rule professional work. At the time the BS shooting, some pass images for the local paper. Once it started the photography, I recall how to move around his subject shooting and taking. All the time he changed position constantly, making sure he had covered all the possibilities available for the location and the sitter in his word as he has working the subject. നിങ്ങളിവിടെ മോഡലിംഗ് ചെയ്യാൻ പോയി നിങ്ങൾ കൂട്ടുകാരത്തിൻ്റെ നിർത്തി മോഡൽ ചെയ്യിക്കുന്നത്, അയാളുടെ എല്ലാം ഫേസിൻ്റെ ഫ്രണ്ട് വ്യൂ, പ്രൊഫൈല്, 3/4 വ്യൂ, സറൗണ്ടിങ് വ്യൂസ്, ഇങ്ങനെ പലതും എടുത്ത് ഫുൾ സൈസ്, ഹാഫ് സൈസ്, ക്ലോസപ്പ്, എക്സ്ട്രീം ക്ലോസപ്പ്, ഇങ്ങനെ പലതും എടുക്കും. നിങ്ങളൊരു ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞാൽ ലൊക്കേഷനെ അവിടെ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾ ആ ലൊക്കേഷനിൽ എവിടെ ക്യാമറ വെച്ചാലാണ് നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ചിത്രങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അലഞ്ഞ് നടന്നിട്ട് നിങ്ങൾ കമ്പോസ് ചെയ്യുന്നതിൽ നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ചിത്രങ്ങൾ നിമിഷമാരം കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ലഭിക്കും. അത് നിങ്ങൾ ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക, അതിലൂടെ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു വിജയത്തിൻ്റെ രഹസ്യം.